മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്ന് ഒരു മോഡ് പാക്ക് ആണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അത് വെറും മോഡ് പാക്ക് അല്ല, ഒരു ആനിമെ ബേസ്ഡ് മോഡ് പാക്ക് ആണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. സോ ഇതൊരു പൊളി മോഡ് പാക്ക് ആണ്. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഗൈസ്, ഡീമൻ സ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനിമെ, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡ് പാക്ക് ആണ് ഗൈസ് ഇത്. സോ ഗൈസ്, നിങ്ങളൊരു എനിമെ ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് എനിമെ എന്തായാലും താഴെ കമന്റ് ചെയ്യണം. സോ ഗൈസ്, ഞാൻ കണ്ട ഒരു എനിമയാണ് ഈ ഡീമൺ സ്ലെയർ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മോഡ് പാക്ക് കളിക്കാന്ന് വിചാരിച്ചത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വുഡ് വെട്ടാം ഗൈസ്. പിന്നെ ഇതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്, രാത്രി ആയാല് ഒന്നും പറയാൻ പറ്റൂല ഗൈസ്, എന്താ സംഭവിക്കാന്നൊന്നും. അത്രക്കും ടഫാണ് ഗൈസ് ഇത്. എന്തായാലും നമുക്ക് വുഡ് വെട്ടി തന്നെ അങ്ങ് ഈ മോഡ് പാക്ക് ഞാൻ മുമ്പ് കുറച്ച് കളിച്ചിട്ടുണ്ട്, അതായത് കുറച്ച് കളിച്ചിട്ടുണ്ട്. സംഭവം ഇതെനിക്ക് അറിയാവുന്ന സംഭവം, നമ്മളിപ്പോ ഒരു ഡീമണെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ ഡീമൻ സ്ലെയർ ആകും. അങ്ങനെ നമുക്ക് ഓരോ ഡീമനെ കൊല്ലും തോറും നമുക്ക് പവർ കൂടാൻ പറ്റും. അങ്ങനെ കുറെ ലാസ്റ്റ് ഹാഷിറ വരെ ആവാൻ പറ്റും ഗൈസ്. ഹാഷിറയാണ് ടോപ്പ് പവർ. സോ കുറെ ഡീമൻ സ്ലെയറും ഉണ്ടാവും ഗൈസ് ഈ വേൾഡിൽ തന്നെ, കുറെ ഡീമൻ സ്ലെയേഴ്സ് എല്ലാം ഒക്കെ ഉണ്ടാവും. സോ അതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഉള്ളത്. സോ നമ്മള് ഇതില് ഇങ്ങനെ ഓരോരോ ഡീമൻസിനെ കൊന്നിട്ട് നമ്മളെ പവർ അപ്പ് ആവുക എന്നാണ് ഇതിന്റെ മെയിൻ ഇത്. കുറെ പവറുള്ള കുറെ ഡീമൻ സ്ലേയേഴ്സ്, യോരിഞ്ചിക്കെ പോലത്തെ കുറെ ഡീമൻ സ്ലേയേഴ്സ് ഉണ്ടാവും. പിന്നെ അക്കാസൊക്കെ പോലത്തെ വലിയ വലിയ ഡീമൻസ് ഉണ്ടാവും ഗൈസ്. അതൊക്കെ രാത്രി ആകുമ്പോൾ മനസ്സിലാവും. ആ ഫൈറ്റ് തന്നെ പൊള്ളിയാണ് ഗൈസ്, വലിയ ഫൈറ്റ് ആയിരിക്കും. സോ എന്റെ ലാഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഷെയർ ഇടാത്ത ആദ്യം ഇട്ട പോലെ ഷെയർ ഓഫ് ആയി കളഞ്ഞ്. സോ നമുക്ക് എന്തായിട്ടും ഇതൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. ഇത് നേരെ വിടാം ഗൈസ്. നമുക്ക് ഏതെങ്കിലും ഡീമൻ സ്ലെയേഴ്സിൻ്റെ അടുത്ത് പോയി രാത്രി ആയാലും സീനാവും. നമുക്ക് എന്തായാലും ഡീമൻ സ്ലെയർ ആവേണ്ടതാണ്. ഓക്കെ, നമ്മളിത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കിയാൽ നല്ലൊരു ലൊക്കേഷൻ അല്ലേ? വാ പൊളി, നല്ലൊരു വേൾഡ് ജനറേഷൻ. ഓ, വലിയൊരു കുന്നൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് താഴോട്ട് പോയാലോ? ഇവിടുന്ന് തുള്ളാൻ തോന്നുന്നു. ഓ വേണ്ട, അഥവാ വെള്ളത്തിൽ വീണില്ലെങ്കിലോ. എന്തായാലും പൊളി സ്ഥലം ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു വീട് വെക്കണം ഗൈസ്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരു വീട് ഉണ്ടാക്കണം, പിന്നെ ഒരു ഡീമൻ സ്ലെയറും ആകണം. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഗോള്. പിന്നെ ഞാൻ മൈൻക്രാഫ്റ്റിന്റെ സൗണ്ട് കുറച്ചിട്ടിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാല് എപ്പോഴാ ഓരോരോ ഇടിമിന്നലൊക്കെ പോലത്തെ സൗണ്ട് വരികയെന്നാണ് ഇവിടെ. നല്ല സൗണ്ട് ആയിരിക്കും ഗൈസ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സൗണ്ട് കുറച്ചിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ചുകൂടി ഒരു ഡെസേർട്ട് പോലെ സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ വന്നത് ഇവിടെ നിന്നല്ലോ അല്ല എന്തായാലും. ഇതാ ഫ്ലൈ. മറ്റേ ഇതാണ് ഗൈസ് ഈ ഓ മൈ ഗോഡ് ഗൈസ്, ഇത് നോക്കിയേ. ഇതാണ് ഗൈസ് ഒരു പവർഫുൾ ഡീമൻ സ്ലെയർ ആണ് ഇത്. ഇതാണ് എന്തായിരുന്നു യോരിഞ്ചീസ് തുകികുനി ഗൈസ്. ഇത് യോരിഞ്ചീസ് തുകികുനി 0 ആണ്. അതായത് 6 കൈയൊക്കെ ഉണ്ട് ഗൈസ്, 6 കൈ. ആ മുഖമൊക്കെ നോക്കിയേ, അതൊക്കെ ഗൈസ് കൈ നോക്ക്. ഈ 6 കൈ കൊണ്ട് ഒറ്റ വെട്ട് കിട്ടിയാൽ നമ്മൾ 6 പീസായി പോകും ഗൈസ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൻ സ്ലെയർ ആണ്. നമുക്ക് എന്തായാലും പോവാം, എന്നന്മാർക്ക് യാത്ര തുടരാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇതിന്റെ താഴെ എത്തിയോ? ഇവിടെ ലാവ ഒക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതത് എമറൽഡ് അല്ല ഗൈസ്, കോപ്പർ ആണ്. 1.16 കോപ്പർ ഇങ്ങനെയാണ്. എന്നാലും നമുക്ക് മേലോട്ട് കയറാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നൊരിതില്ല. വുഡ് എടുക്കാം ഗൈസ്, വുഡ് എടുക്കണ്ടേ? ഓക്കെ, ഷിഫ്റ്റ് ചെയ്യാണ്ട് വൈൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്കിത് കിട്ടൂലേ, വുഡ് മൊത്തം കിട്ടും ഗൈസ്. ഒരു മോഡാണത്. എന്തായാലും നമുക്ക് ഒന്നുകൂടി ഇങ്ങോട്ടൊക്കെ പോയി വരാം. ഒരു ടാസ്മാനിയൻ ഡെവിൽ. ഹായ് ഡെവിൽ, ഹലോ ബ്രോ, ഇതൊക്കെ ഉണ്ട് പോട്ടെ ബ്രോ. എന്ത് തരത്തിൽ ഡെവിൽ? ഇത് അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അമ്മേ അയ്യോ, അടിക്കണ്ടേന്ന്. ഓനോ, അതാ വരുന്നു. ഓടിക്കോ തുള്ളിക്കടാ. യെസ് ഗായ്സ്, അത് റെഡിക്കൂര് ഡെവിലിനെയാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. ഇതേ സാൽമൺ അല്ലല്ലോ. അത് നമ്മള് മൈൻഡ് ചെയ്യണം ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് എന്തായാലും എന്നെ ഒന്ന് പോവാം. ഒരു സവാന എത്തിയിട്ടുണ്ട്. ഒരു കേവ് ഉണ്ട് ഗൈസ്. അടാ കേവ്
ഓക്കേ, നമുക്ക് കോൾ ആവശ്യമുണ്ട്. നമുക്ക് എന്തായാലും കോള് എടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം ഗൈസ്. സ്ഥലം വിടാം. രാത്രി ആകുന്നുണ്ട്. അമ്മേ, ഡീമൻസ് ലേസ് ഒക്കെ വന്നാല് പറയണ്ട. ഡീമൻസ് ലേസ് അല്ലല്ലോ, ഡീമൻസ്. ഓ, ഇതെന്താ ഇത്? ഞാൻ വെറുതെ ഒരു ബട്ടൺ കണ്ടിട്ട് ചെക്കി നോക്കിയാണ് ഗൈസ്. ഓ, സ്വിച്ച് രാവിലെ രാത്രിയോ അല്ല ഗൈസ്. അയ്യ, ഇൻവെന്ററിയില് അതെന്താ സംഭവം മനസ്സിലായില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും രാത്രി ആകുന്നുണ്ട്. നമ്മൾ അധികം ഒന്നും നോക്കണ്ട. ഓ നോ ഗൈസ്, ഓടിക്കോ. ഓ, മാനായിരുന്ന? മാനല്ല ഗൈസ്. എന്തോ ഇത്? മാനല്ലല്ലോ, ഗ്യാസിലെ ഗോഡ്സില മാറിപ്പോടാ ഗൈസ്. എന്തോ ഒരു പക്ഷി. ഓ, എമു ഹലോ ബ്രോ. ഇവരെയൊക്കെ കൊല്ലാൻ പറ്റും അല്ല നമ്മൾ ആക്രമിക്കോ? അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ വെറുതെ പോയിട്ട് പണി വാങ്ങണ്ട. ഓക്കെ, നല്ല ഇരുട്ടി തുടങ്ങുന്നുണ്ട് ഗൈസ്. ഡീമൻസ് വരാനുള്ള ഫൈറ്റ് തുടങ്ങി ഗൈസ്. അവിടെ എന്തൊക്കെയോ ഫൈറ്റ്. ഓ മോനെ, ഡീമൻ. അമ്മേനെ കൊന്നു. അയ്യോ, പോയി എല്ലാം കൈവിട്ട് പോയി. ഗൈസ്, നമ്മൾ ഡീമൻ സ്ലെയറായി ഗൈസ്. അവിടെ ഏതോ ഒരു ഡീമൻ സ്ലെയർ ഒരു ഡീമനെ കൊന്ന്. സോ അതുകൊണ്ട് നമ്മൾ ഡീമൻ സ്ലെയർ ആയി ഗൈസ്. അടുത്തുനിന്ന് കൊന്ന ഡീമൻ സ്ലെയർ. ഓ, നമുക്ക് ആർമർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓ, സൂട്. എന്ത് സോഡ എന്ത് ബ്രീതിങ്ങാ? ഓ, ഹിനോകാമി കങ്കറ ബ്രീതിങ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതൊരു പവർ ബ്രീതിങ് ആണ്. സൺ ബ്രീതിങ്ങിന്റെ ഒരു ഇതാണ് ഗൈസ്. നേരത്തെ കണ്ട ഈ ഓറഞ്ച് ഇല്ലേ, അവനാണ് സൺ ബ്രീതിങ് എടുക്കുക. അവന്റെ ബ്രീതിങ് പോലത്തെ ഒരു ബ്രീതിങ് ആണ് ഗൈസ് ഇത്. ഹിനോകാമി കാങ്കറ, അത് ടാഞ്ചറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഗൈസ്. ഈ എനിമയിലെ മെയിൻ ക്യാരക്ടർ ആണ് ടാഞ്ചറോ. അവന്റെ ബ്രീതിങ് ആണ് ഗൈസ്. ഓ, ഒരു ഡീമൻ സ്ലെയർ ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് ബൂട്ടില്ലേ? ഓ, ഉണ്ട്. അമ്മേ, സോംബി. എടാ, സോംബിനെ കൊല്ലടാ. ഡീമൻ സ്ലെയറെ, സോംബിനെ കൊല്ലടാ. ഓക്കെ ഗൈസ്, അവൻ നമ്മളെ സോംബിനെ കൊന്നു തന്നിട്ടുണ്ട്. ഓ, ഇതെങ്ങനെ ഇതിന്റെ പവർ എങ്ങനെയത് ഗൈസ്? ഇതിനെന്തോ പവർ ഉണ്ടായിരുന്നല്ലോ. ഒറ്റ മിനിറ്റ്. ഇവിടെ മാറിപ്പോടാ. ഓക്കെ ഗൈസ്, ഇതിനൊരു പവർ ഉണ്ടായിരുന്നല്ലോ. ഇതെങ്ങനെയാണ് എടുക്കുക? നമ്മൾ മറന്നു ഗൈസ്. ഓ, കിട്ടി. ഓ, പുളി ഗൈസ്. നിങ്ങൾ കണ്ട? ഒന്നുകൂടി കാണിച്ചു നോക്കോളെ. ഓ ഗൈസ്, പുളി. ഗൈസ്, പാർട്ടിക്കിൾ ഞാൻ മിനിമലാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഗൈസ് അതിന്റെ ഇതൊന്നും കാണാത്തത്. ഞാൻ അത് ഇട്ടേ. ഓക്കെ, നമുക്ക് മേലെ കയറിയിട്ട് മാറ്റാം. അതായിരിക്കും നല്ല. സെറ്റിങ്സ് മാറ്റുമ്പോഴൊന്നും താഴെ നിൽക്കണ്ട. അഥവാ വന്ന് കടിച്ചാലോ? അഥവാ വന്ന് കൊന്നാലോ? ഓക്കെ ഗായ്സ്, എന്തുവാ ചെയ്യണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ ഹെൽത്ത് കുറവ്. അമ്മമാരെ അങ്ങ് തട്ടിയാലോ? ഗൈസ്, നേരത്തെ ഈ ഫയറിന്റെ പാർട്ടിക്കിൾസ് ഒന്നും കണ്ടിട്ടില്ല. സംഭവം ഞാൻ പാർട്ടിക്കിൾസിന്റെ ഇത് ഓഫാക്കിയല്ല, കുറച്ചിട്ടായിരുന്നു ലേഗ് അടിക്കുന്നതിന്. സോ അത് വെറും മണ്ടത്തരാണെന്ന് ഇപ്പം മനസ്സിലായി. ഇവന്മാരെങ്ങനെയാടെ കൊല്ലു ഇപ്പോ? നമുക്ക് എല്ലാ പവറും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അയ്യാ, ഇതെന്താ ടെലിപ്പോർട്ടേഷനോ? ഞാൻ എൻഡർമാൻ പവർ. ഓ കൊല്ലടാ. ആരാ? ഞാനിപ്പോ എന്താ ചെയ്തേ ഗൈസ്? ഗൈസ് നമ്മളെ ലെവലപ്പായി ഗൈസ്. ഇവനെ നോക്കിയ, ഇവനാണ് ഗൈസ് ഗിയു ടോമിയോക്ക. ഒരു അടിച്ചിട്ട്. ഓക്കെ ഗൈസ്, ഇവനാണ് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൻ സ്ലെയർ ആണ് ഗൈസ്. ഇവ അമ്മേ, ആർന്തൊക്കെയോ പൊട്ട്. ഇതാരെ വെള്ളത്തിൽ നോന്തി വന്നേ ഗൈസ്? ഇനോസ്കേ. പെവറ് വെള്ളത്തിൽ നടി ഇതൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഗൈസ്. തരാ ഗൈസ്, ഒരു സാധനം പോയാണ്ടോ? ഇതാരാ ഇത്? അക്കാസ. ഓടിക്കോ അക്കാസ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൻ ആണ് ഗൈസ്. അപ്പർ മൂൺ 3 ഡീമൻ ആണ്. ഭയങ്കര പവർഫുൾ ആണ് ഗൈസ് അക്കാസ. ഓ മൈ ഗാഡ് ഗൈസ്, നമുക്കൊരു കാക്കനെ കിട്ടിയിട്ടുണ്ട്. കാസുഗൈ കാക്കനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓമോ, ഡീമൻസ് വരുന്നുണ്ടല്ലോ. തീർക്കടാ. എടോ കൊല്ലടാ. ചത്ത്. അമ്മേ, ചത്ത്. അയ്യോ, എടോ ഒന്ന് ചത്ത്. ഓ മൈ ഗോഡ്. അയ്യാ പോയി. ചത്ത്. ഒറ്റാട്. അവിടെ എന്തൊക്കെയോ ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അമ്മേ, ചത്ത്. അമ്മേ, ചത്ത്.
ഓക്കെ, റോട്ടൻ ഫ്ലഷ് നിന്ന് ജീവിക്കേണ്ടി വരും ഗൈസ്, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാം പറ്റും, നോക്കിയാലോ. ഓ, അവിടെ ഏതോ ഒരു സാധനം. ഓ, അതെനിക്കൊരു അറിയാം. അതൊരു ഡീമന്റെ ഏതോ ഒരു പവറാണ് ഗൈസ്. അത് ഡീമന്റെ പവറാണ്. നമുക്ക് ഇവിടെ അടിച്ചിടണം. ഓനോ, അവിടെ ഫൈറ്റ്. എന്നോടാണ് കളി. നീ അറിഞ്ഞൂടാ ഗൈസ്, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ ഇതിലെ പണി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കീപ്പിംഗ് മിലിറ്ററി ഓൺ ആക്കിയിട്ട്. ഹൂ ഈസ് ദാറ്റ്? അമ്മേ, ഇതെനക്കറിയാം. ഇത് നമ്മളെ പറപ്പിക്കും പറഞ്ഞില്ലേ? പോയാ ചത്തുപോയി ഗൈസ്. ഇല്ല, ചത്തില്ല. അയ്യോ, ആരാ? പൊട്ടാ, ഞാൻ ഡീമൺ സ്ലെയർ ആകുമ്പോഴാടാ നിന്റെ അടി. അടുത്ത ഫേക്ക് റെയിൻബോ. അത് മറ്റേ ടെലിപ്പോർട്ടേഷൻ, ഫ്ലെയിം ഡാൻസ്. ഓക്കെ, ഫ്ലെയിം ഡാൻസ് അതുകൂടി. എന്തോ ഒരു ഡാൻസ്, അതാണ് അത്. ഇങ്ങനെ കണ്ട് കുറച്ച് ഡീമൻസ് ഉണ്ട് ഗൈസ് ആടാ. നമ്മൾ ഇങ്ങനാണ് വന്നത്, നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട്. നിന്റെ കളിയാ, ഡീമൻ സ്ലെയർ ആണെടാ ഞാൻ, ഡീമൻ സ്ലെയർ ഗൈസ്. നമുക്ക് സ്പീഡ് ബൂസ്റ്റ് കിട്ടിയാണ്ടാ. ക്രീപ്പർ ആയിരുന്ന പോടായിരുന്നു. ക്രീപ്പറിനൊക്കെ ഡബിൾ ഹിറ്റിൽ എന്നെ കൊല്ലാൻ. അയ്യേ, കൊല്ലാൻ പറ്റില്ല. നമ്മളെ സ്പെഷ്യൽ അബിലിറ്റി ഇറക്കാറ്റാണ് റേസിംഗ് സൺ. ആടാ, പാറ്റ കഴിഞ്ഞു വേണ്ട. ഇനി നമുക്ക് എല്ലാവർക്കും പാറ്റ. ഓ, ഇതെന്ത് ഫോഗ ഗൈസ്, ഇതെങ്ങനെ കുറച്ചിടുക ഗൈസ്? ഇത് രണ്ട് ചങ്കിന്റെ അങ്ങോട്ടൊന്ന് ഫോഗ് തുടങ്ങുന്നു, അങ്ങൊന്നും കാണാൻ കൂടി ആവുന്നില്ല. ഓക്കെ, രാവിലെ ആവുന്നുണ്ട് ഗൈസ്. ഫൈനലി രാവിലെ ആവുന്നുണ്ട്. വളരെ പവർഫുൾ ആണ് ഗൈസ്. കൈകാക്കു. ഓ, സെനിൻസുന്റെ ഏട്ടൻ തന്നെയാണ്. ഏട്ടനല്ല, സെനിൻസുവിന്റെ ഒപ്പരല്ല ഇതാണ് ഗൈസ്. കൈകാക്കു, തണ്ടർ ബ്രീത്തിങ് കൈകാക്കുവിനെ കണ്ട പവറിൽ ചങ്ങ. ഓ മൈ ഗോഡ്, ഏതൊക്കെയോ ഡീമൻസ് ചത്ത് അടിക്കണോ. ഞാനിപ്പോ എന്റെ സൺ ബ്രീത്തിങ് ഓടിക്കടോ. പിന്നെ 41 കണ്ടോ നിന്റെ പവർ കണ്ടോ? ഓക്കെ, വെള്ളത്തിലായോണ്ടാണ് നമുക്ക് ഓൻ ഇമ്മള ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. കരയിലായിട്ടാണെങ്കിൽ ഇപ്പൊ കാണായിരുന്നു ഓനും. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ഒരു രാത്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല. നല്ല എഫോ ഗൈസ്, ഇതെത്തിരി ഇത്. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ നിൽക്കുന്നല്ലേ, നമുക്കൊരു വീട് വെക്കാന്ന് വിചാരിച്ച്. ഞാൻ കുറച്ച് സേഫ് ആയിരിക്കും. സോ വീട് വെക്കാൻ വേണ്ടി മരം കളക്ട് ചെയ്യാണ് ഗൈസ് ഞാൻ. ആക്സ് പൊട്ടാറായി. പിന്നെ നിങ്ങളെ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ഹെൽത്ത് കൂടി ഗൈസ്. എനിക്ക് 2 ഹാർട്ട് എക്സ്ട്രാ കിട്ടി. പിന്നെ നമ്മളെ ഈ പവറപ്പ് ആയാല് നമുക്ക് നേരത്തെ കണ്ട ചങ്ങയില്ല, അവനെ കാണ്ടൊക്കെ പവർ ആവാനാവും. സോ അതെന്തായാലും ഈ വീഡിയോ നടക്കുമെന്നാണ്. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വീടിന് കൂടി ഉണ്ടാക്കാം. പിന്നെ അടുത്ത ഇതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഗൈസ്. സോ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് വീട് ഉണ്ടാക്കട്ടെ. നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇല്ല, ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കിയാലോ ഗൈസ്. ഇവിടെ തന്നെ ഉണ്ടാക്കിയാലോ ഗൈസ്. ഇത് ഒരു മൗണ്ടെയിൻ ഹൗസ് ആക്കി ഉണ്ടാക്കാം. എന്തായാലും ഞാൻ ഉണ്ടാക്കട്ടെ, എൻ്റെ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഗൈസ് നമ്മുടെ വീട്, നമ്മുടെ മൗണ്ടെയിൻ ഹൗസ്. നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ്. നമ്മൾ ഇതാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഹൗസ് കാണാം ഗൈസ്. ഇതാണ് നമ്മളെ വീട്. ഇവിടെ ചെറിയൊരു കിച്ചൺ ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുക്കൊക്കെ ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. നമുക്ക് എൻ്റെ ഉണ്ട് തൂക്കിയാനാവില്ലാന്ന് തോന്നുന്നു. ആവോ ഗൈസ്, തൂക്കിയാനാവില്ല. സോ ഇതാണ് നമ്മളെ ഹൗസ്. ഇങ്ങനെയാണുള്ളത്, ഒരു ചെറിയ ഹൗസാണ്. ഓ, ഇവിടെ ബട്ടൺ വെക്കാൻ മറന്നു. ഓക്കെ, എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ നേരത്തെ കണ്ട യൂരിൻജിനെക്കാട്ടും ഭയങ്കര പവറെല്ലാം ആകുന്ന രീതിയിലുള്ള എപ്പിസോഡെല്ലാം ആക്കാം ഗൈസ്. ബട്ട് അതിന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മോഡ് പാക്ക് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.